ഹായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോ പെരുന്നാളിന് സ്പെഷ്യലാക്കാൻ വേണ്ടിയിട്ട് ഒരു അടിപൊളി ഡെസേർട്ടിൻ്റെ റെസിപ്പി കേക്ക് ഡെസേർട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ലെച്ചസിനെ വെല്ലുവിളിക്കുന്ന തരത്തിൽ ഒരു അടിപൊളി ടേസ്റ്റുള്ളൊരു കേക്കാണ് നമ്മൾ ഇന്നിവിടെ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഡെസേർട്ടായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. നമ്മുടെ ലെച്ചസ് കേക്കിൻ്റെ വേറൊരു വേർഷൻ എന്ന് പറയാം. ഡുൾസെ ദെ ലെച്ചിയെ ലെച്ചസ് കേക്കാണ് ഇനി അവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അപ്പാര ടേസ്റ്റാണ്. അപ്പോൾ ഇത് നമ്മൾ പേര് കേൾക്കുമ്പോൾ പേടിക്കൊന്നും വേണ്ട, സംഭവം സിമ്പിളാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള കേക്ക് റെഡിയാക്കുന്നതിന് മുന്നേ ആയിട്ട് ഇതിന് വേണ്ടിയിട്ട് ഒരു സോസ് റെഡിയാക്കണം. അപ്പോൾ ഒരു പാൻ വെച്ച് ചൂടായ ശേഷം അതിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര ഒന്ന് നമുക്ക് കാരമൽ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ കാരമൽ ചെയ്തിട്ടാണ് ഈ ഒരു സോസ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 1/2 kg അളവിലാണ് ഈ ഒരു കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ 1 kg അളവിലാണെങ്കിൽ ഇതിൻ്റെ ഡബിൾ എടുത്താൽ മതി. അപ്പോൾ അതൊന്ന് കാരമലായിട്ട് വന്നിട്ടുണ്ട്, കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കുക, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. ഈ ഒരു കളറായിട്ട് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു 1/2 കപ്പ് കണ്ടൻസ് മിൽക്ക് ഒഴിച്ച് കൊടുക്കാം. നമ്മൾ ലെച്ചസിന് ഒഴിക്കുന്ന പോലെ തന്നെയാണ് 3 മിൽക്ക് തന്നെയാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഇതിലേക്ക് ഒഴിക്കുന്ന സമയത്ത് ഒരു ക്രിസ്റ്റലായിട്ട് വരും. അപ്പോൾ ആ ഒരു ക്രിസ്റ്റൽ ആവുന്നത് കണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, അത് അലിഞ്ഞു പോകും കേട്ടോ. നമ്മളിത് ചൂടായിട്ട് വരുമ്പോൾ അലിഞ്ഞു പോവും. ഈ ഒരു കേക്കിന് നമുക്ക് ഇതുപോലെ പുഡിംഗ് രീതിയിൽ സെർവ് ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് കേക്ക് രീതിയിൽ ഐസിങ് ചെയ്തിട്ടും ചെയ്യാം കേട്ടോ. അതിൻ്റെ റെസിപ്പി ഞാൻ വേണമെങ്കിൽ പിന്നെ ഒരു ദിവസം അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതും നല്ല ടേസ്റ്റിയാണ്. നമ്മൾ ലെച്ചസ് കേക്കും അതുപോലെ കേക്ക് ഐസിങ് ചെയ്യുന്ന പോലെ ചെയ്യുമല്ലോ, ആ രീതിയിൽ നമുക്ക് ഈ ഒരു കേക്ക് ചെയ്യാം. പെരുന്നാളിനൊക്കെ ഈ രീതി ആകുമ്പോൾ ഒന്നുകൂടെ നല്ലതല്ലേ, ഈ ഒരു പുഡിംഗ് രീതിയിലാവുമ്പോൾ. പിന്നെ അതിലേക്ക് ഒരു 1/4 കപ്പ് പാല് വേണം. അപ്പോൾ പാൽ ഇതിലിട്ടിട്ട് നന്നായിട്ട് തിളക്കുമ്പോഴേക്ക് എല്ലാം നന്നായിട്ട് തന്നെ അലിഞ്ഞു വരും കേട്ടോ. അപ്പോൾ 1/4 കപ്പ് ഞാൻ ആദ്യം 1/2 കപ്പാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്, പിന്നെ ഒരു 1/4 കപ്പ് കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ 1/4 കപ്പ് പാലാണ് ഞാൻ ഇതിലേക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് 1 കപ്പ് ഫ്രഷ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ക്രീം ഇല്ലാന്നുണ്ടെങ്കിൽ വിപ്പിംഗ് ക്രീമും ചേർത്ത് കൊടുക്കാം. 1 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ വിപ്പിംഗ് ക്രീമാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ അത് മധുരം ഉണ്ടാവും, ഫ്രഷ് ക്രീമിൽ അത് മധുരം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് പഞ്ചസാരയുടെ അളവ് കുറച്ച് വേണമെങ്കിൽ കുറക്കാം കേട്ടോ. പഞ്ചസാര നന്നായിട്ട് മധുരമുള്ള ഇതാവും, രണ്ടും കൂടെ മധുരമാവുമ്പോൾ. അപ്പോൾ പഞ്ചസാരയുടെ അളവ് ഒരു 1/2 കപ്പ് ഉള്ളത് ഒരു 1/4 കപ്പ് ചേർത്ത് കൊടുത്താലും മതി. ഓവറായിട്ട് മധുരം അല്ലാത്തവർക്ക് ഇതേ മെത്തേഡിൽ യൂസ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ സോസ് റെഡി ആയിട്ടുണ്ട്. ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കുക. അത് ആദ്യം തന്നെ റെഡിയാക്കണം. നമ്മുടെ ഈ ഒരു കേക്കിലേക്ക് ആ ഒരു സോസ് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് കേക്കിന് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ അരിച്ചെടുക്കാം. അപ്പോൾ 1/2 കപ്പ് മൈദ ഒരു അരിപ്പയിലൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. അതുപോലെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അരിച്ചെടുക്കാം. ഇതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇത് 1/2 kg അളവിലുള്ളൊരു കേക്കാണ്. അപ്പോൾ അത് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിൻ്റെ നേരെ ഡബിൾ എടുത്താൽ മതി കേട്ടോ, 1 kg ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് 2 മുട്ട വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഒരു ഡ്രൈ ആയിട്ടുള്ള ബൗളെടുത്തിട്ട് അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ബീറ്റ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ബീറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 40 സെക്കൻഡ് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത ശേഷം അതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര, അതിൽ കൂടുതൽ പഞ്ചസാര ആഡ് ചെയ്യേണ്ട കേട്ടോ. നമ്മളിതിലേക്ക് ആ ഒരു സോസിൽ നിന്ന് കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് 1/4 കപ്പ് മതി. എന്നിട്ട് ഇതുപോലെ നല്ല ഫ്ലഫി ആവുന്ന വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്ത ശേഷം അതിലേക്ക് നമ്മൾ സോസിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ സൺഫ്ലവർ ഓയിൽ 2 ടേബിൾ സ്പൂൺ കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് അതൊന്ന് മിക്സ് ആവുന്ന വരെ ജസ്റ്റ് ഒന്ന് ലോ സ്പീഡിലിട്ടിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ 1/4 കപ്പിൽ കൂടുതൽ പഞ്ചസാര എടുക്കുകയെന്നുണ്ടെങ്കിൽ നല്ല ഓവർ മധുരമായി പോകും കേട്ടോ നമ്മുടെ കേക്ക്. എന്നിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് ഇതുപോലെ മെല്ലെ ഫോൾഡ് ചെയ്തിട്ട് എടുക്കുക. കുറേശ്ശെ ആഡ് ചെയ്തിട്ട് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. നമ്മൾ പഞ്ചസാര പൊടിച്ചിട്ടാണ് ഇതിലേക്ക് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് ഒന്നും വേണ്ട കേട്ടോ, ഒരു 6 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സാവധാനം ഫോൾഡ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഓവറായിട്ട് ഫോൾഡ് ചെയ്തെടുക്കുമ്പോൾ ബാറ്റർ അത് താഴ്ന്നു പോവും, അപ്പോൾ അത് ശ്രദ്ധിക്കുക. എന്നിട്ട് ഞാൻ 7 ഇഞ്ചിൻ്റെ ഒരു സ്ക്വയർ മോൾഡിലാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. എൻ്റെ കയ്യിൽ ഒരു 7 ഇഞ്ചിൻ്റെ ഇങ്ങനെ ഗ്ലാസിൻ്റെ മോൾഡ് ഉണ്ട്, അതിലേക്ക് ഇത് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മോൾഡിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ഇതിൽ ഇറക്കി പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള പാനിൽ ഇറക്കി വെച്ചിട്ട് ഒരു 15 മിനിറ്റൊക്കെ അതും ബേക്ക് ചെയ്തിട്ട് എടുക്കാം. 15 മിനിറ്റ് കൊണ്ട് തന്നെ അത് ബേക്കായി വരും കേട്ടോ.
അപ്പോൾ നിങ്ങളുടെ ഫ്ലെയിമിനനുസരിച്ച് ചെറിയ മാറ്റമൊക്കെ വരും. വെച്ച ഉടനെ ഒരു 2 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ കേക്കൊക്കെ റെഡിയായി നല്ല സോഫ്റ്റ് കേക്കായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഒരു ഗ്ലാസ് മോൾഡിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. കേക്കിനെ തല തിരിച്ചാണ് കേട്ടോ ഈ ഒരു മോൾഡിലേക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത്. ആ ഒരു സോസ് ശരിക്കും അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതുപോലെ ഫോർക്ക് ഉപയോഗിച്ചിട്ട് കുത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ആ ഒരു ഉണ്ടാക്കി വെച്ചിട്ടുള്ള സോസ് ഇപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അത് ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ ലാസ്റ്റ് കുറച്ചൊന്ന് മാറ്റി വെക്കുന്നുണ്ട് മുകളിൽ വെച്ചിട്ട്. എന്നിട്ട് ഈ ഒരു സോസ് കംപ്ലീറ്റ് ആയിട്ട് കേക്ക് അബ്സോർബ് ചെയ്ത ശേഷം നമുക്ക് ഇതിൻ്റെ മേലായിട്ട് ഒരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ ഇതൊന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ രീതിയിൽ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ നമ്മൾ ഡ്രസ് ലേസസിനൊക്കെ ചെയ്യുന്ന പോലെ ഇതുപോലെ ഇങ്ങനെ നോസിലൊന്നും യൂസ് ചെയ്യാതെ ഇതുപോലെ ഇങ്ങനെ മുട്ടായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ചെയ്യാം. അപ്പോൾ ഇത് സിമ്പിളാണ്. നമ്മൾ കേക്ക് ഐസിങ് ചെയ്യുന്ന പണിയൊന്നുമില്ല. ജസ്റ്റ് ആ ഒരു ക്രീം മുകൾ ഭാഗത്ത് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് കുറച്ച് കാഷ്യൂസും ബദാമും ഇതുപോലെ ചോപ്പ് ചെയ്തത് അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. പിസ്ത വേണമെങ്കിൽ പിസ്തയൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ കാഷ്യൂസും ബദാമുമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് ഫ്രിഡ്ജിൽ വെച്ചൊരു 4-5 മണിക്കൂർ 4-5 മണിക്കൂർ സെറ്റ് നന്നായിട്ട് തണുത്ത ശേഷം നമുക്കിത് സെർവ് ചെയ്യാം. ഇതിന് മുകളിലായിട്ട് ഈ ഒരു സോസ് കൂടെ ഒഴിച്ചിട്ട് നമ്മൾ ഡ്രസ് ലേച്ചസ് കേക്ക് കഴിക്കുന്ന പോലെ തന്നെയാണ്. അപ്പോൾ ഇതുകൂടെ ഒഴിച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് സെർവ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം ടേസ്റ്റി ആയിരിക്കും ഈ ഒരു കേക്ക് എന്ന്. അതിൻ്റെ സോസും കണ്ടൻസ് മിൽക്കൊക്കെ ഒഴിച്ചിട്ടുള്ള സോസൊക്കെ ആകുമ്പോൾ തന്നെ അടിപൊളി ടേസ്റ്റിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ പെരുന്നാൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അതുപോലെ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്